പശ്ചിമേഷ്യയിൽ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന താൽക്കാലിക സമാധാനം പൂർണ്ണമായിട്ടും അപ്രസക്തമാകുന്ന തരത്തിൽ നയതന്ത്ര സൈനിക സമവാക്യങ്ങൾ മാറിമറിയുന്നു. യമൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സൗദി അറേബ്യയുടെ സുപ്രധാന വ്യോമ കേന്ദ്രമായിട്ടുള്ള നജ്റാൻ വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണവും ചെങ്കടലിലെ പുതിയ സമുദ്ര ഉപരോധങ്ങളും മേഖലയെ കനത്ത യുദ്ധഭീതിയിലേക്ക് തള്ളിവിടുകയാണ്. പുറത്തുനിന്നുള്ള സഖ്യശക്തികളെ വിശ്വസിച്ച് നിലപാടുകൾ കടുപ്പിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഈ ഒരു പുതിയ അപ്രതീക്ഷിത തിരിച്ചടികൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വേറൊന്നുമല്ല, അമേരിക്കയെ കൂട്ടുപിടിച്ച് സൗദിക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ നാശനഷ്ടം, പ്രതിസന്ധി. ഫ്രഞ്ച് വാർത്താ ഏജൻസി ആയിട്ടുള്ള AFP പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം നജ്റാൻ വിമാനത്താവളത്തിലെ പ്രധാന റഡാർ സംവിധാനം ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതിനെ തുടർന്ന് അവിടുത്തെ വിമാന സർവീസുകൾ അനിശ്ചിത കാലത്തിലേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നതാണ്. ഇതിന് തൊട്ടു പിന്നാലെ ചെങ്കടലിലൂടെയുള്ള സൗദി എണ്ണക്കടത്ത് കപ്പലുകൾക്ക് നേരെയും ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് വലിയ ആക്രമണം സൗദിയെ ചുറ്റി വളഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നാനാഭാഗത്ത് നിന്നും അടികിട്ടിക്കൊണ്ടിരിക്കുന്ന സൗദിയാണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ വാക്ക് കേട്ട് ഇറങ്ങിയ സൗദിക്ക് ഇപ്പോൾ ഈ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം എന്നാണ് ഇപ്പോൾ ഈ ഒരു സൗദി കിരീടാവകാശി അമേരിക്കയ്ക്ക് സമ്മർദ്ദം കൊടുക്കുന്നത്, ട്രംപിനോട് പറയുന്നത്. എന്തായാലും ഒരേ സമയം വ്യോമപാതയും സമുദ്രപാതയും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് അതിർത്തികളിൽ രൂപപ്പെടുന്നത്. അന്താരാഷ്ട്ര തർക്കങ്ങളിൽ വൻ ശക്തികളുടെ വാക്കുകളെയും നിലപാടുകളെയും ഒരു അമിതമായി ആശ്രയിക്കുന്നത് പലപ്പോഴും പ്രാദേശിക സുരക്ഷയ്ക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവ വികാസങ്ങൾ. അതായത് അമേരിക്ക ചതിക്കും, അമേരിക്ക വിശ്വസിക്കാൻ കഴിയില്ല, അമേരിക്ക സൗകര്യമൊരുക്കും, സുരക്ഷ ഒരുക്കും എന്ന് പറഞ്ഞിട്ട് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഓടി ബങ്കറിൽ ഒളിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൗദിയെ എരികേറ്റി ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കിയിട്ട് അമേരിക്ക ഓടി ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് ഈ സൗദി തന്നെയാണ്. യമന്റെ വ്യോമാതിർത്തി ലംഘിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് ഹൂത്തി സായുധ സംഘം അവകാശപ്പെടുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ആഗോള ശക്തികളുടെ ഇടപെടലുകൾ തുടരുമ്പോഴും അതിർത്തിയിലെ കോട്ടകൾക്കുള്ളിൽ നേരിടേണ്ടി വരുന്ന ഈ ഒരു സുരക്ഷാ വിള്ളലുകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ തെക്കൻ പ്രവിശ്യകളെ രാജ്യത്തെ മറ്റു പ്രധാന നഗരങ്ങളുമായിട്ടും, അതായത് കൊയ്റോ, ദുബായ് തുടങ്ങിയ അന്താരാഷ്ട്ര കേന്ദ്രങ്ങളുമായും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന ഗേറ്റ് വേ ആണ് നജ്റാൻ വിമാനത്താവളം എന്ന് പറയുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് പുറമെ വലിയ സൈനിക ലോജിസ്റ്റിക്സ് മൂല്യവും ഈ ഒരു വിമാനത്താവളത്തിനുണ്ട്. അതിർത്തിയിലെ സുരക്ഷാ കോട്ടകൾക്കുള്ളിലേക്ക് തുളച്ചു കയറി ഇത്തരമൊരു തന്ത്രപ്രധാന കേന്ദ്രത്തിന്റെ റഡാർ സംവിധാനം തകർക്കാൻ സാധിച്ചു എന്നത് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങൾ മാറുന്നതിന്റെ തെളിവ് കൂടിയാണ്. ഓഗസ്റ്റ് 4-നാണ് വിമാനത്താവളത്തിലെ അതീവ സെൻസിറ്റീവ് ആയിട്ടുള്ള കേന്ദ്രം ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയത് എന്ന് ഹൂത്തി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി വ്യക്തമാക്കിയത്. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ നടത്തിയ ഈ ഒരു ഡ്രോൺ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടതായിട്ടും അദ്ദേഹം അവകാശപ്പെടുകയാണ്. യമനിലെ സാദ, ഹജ്ജ പ്രവിശ്യകൾക്ക് മുകളിലൂടെ സൗദി നടത്തിയ വ്യോമാതിർത്തി ലംഘനങ്ങൾക്കുള്ള നേരിട്ടുള്ള ശിക്ഷാ നടപടിയാണ് ഇതെന്നാണ് അവരുടെ വാദം. വൻ ശക്തികളുടെ പച്ചക്കൊടിയെയും അത്യാധുനിക ആയുധബലത്തോടെയും നടന്ന വ്യോമ നിരീക്ഷണങ്ങൾക്ക് ഇനി മുതൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇതിലൂടെ ഹൂത്തികൾ നൽകുന്നത്. ഭാവിയിൽ ഉണ്ടാകുന്ന എല്ലാ വ്യോമാതിർത്തി ലംഘനങ്ങളും വലിയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും ഹൂത്തികൾ അടിവരയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഭീഷണികളോടോ വിമാനത്താവളത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങളോടോ സൗദി ഔദ്യോഗിക ഭരണകൂടം ഇതുവരെ പരസ്യമായിട്ട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഈ ആക്രമണം കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് 2022 മുതൽ മേഖലയിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ പൂർണ്ണമായിട്ട് തകർന്നതിന്റെ സൂചന കൂടിയാണ്. പുറത്തു നിന്നുള്ള സഖ്യകക്ഷികളുടെ അല്ലെങ്കിൽ സഖ്യശക്തികളുടെ പിന്തുണയിൽ വിശ്വസിച്ച് നിലപാടുകൾ കടുപ്പിച്ച് റിയാദിന് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ശാന്തത തകരുന്നത് വലിയൊരു സുരക്ഷാ വെല്ലുവിളിയായിട്ട് ഉയർന്നു വരികയാണ്. അമേരിക്കയെ വിശ്വസിച്ചത് കൊണ്ടാണ് സൗദിക്ക് ഇന്ന് ഇങ്ങനെ ഒരു പ്രഹരം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രാദേശിക സമാധാനത്തിന് ആഗോള ശക്തികളുടെ വാഗ്ദാനങ്ങൾ എപ്പോഴും തുണയാകില്ല എന്ന നയതന്ത്ര യാഥാർത്ഥ്യമാണ് ഈ അമേരിക്കയെ സഹായിച്ച സൗദിയിൽ കാണാൻ കഴിയുന്നത്.
അതാണ് ഹൂത്തികൾ തിരിച്ചടിച്ചത്. ഇനി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാനിയൻ വിമാനം ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്. സൗദി സഖ്യസേന സന വിമാനത്താവളത്തിന് നേരെ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് ഹൂത്തികൾ ആരോപിച്ചിരുന്നു. ഇതിന് പ്രതികാരമായിട്ട് സൗദിയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും മുൻപ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നജ്റാൻ വിമാനത്താവള ആക്രമണവും. വ്യോമാതിർത്തികളിലെ ഈ ഒരു കടുത്ത ഏറ്റുമുട്ടലുകൾക്ക് പുറമെ ചെങ്കടൽ വഴിയുള്ള സമുദ്രപാതകളിലും പുതിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. യമന്റെ തുറമുഖങ്ങൾക്കും വ്യാപാരങ്ങൾക്കും മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് മറുപടിയായിട്ട് ഹൂത്തികൾ സൗദിക്ക് നേരെ ശക്തമായിട്ടുള്ള സമുദ്ര ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉപരോധത്തിന് ഉപരോധം എന്നെഴുതിയ പുതിയ തന്ത്രമാണ് അവർ പയറ്റുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ചെങ്കടലിൽ വെച്ച് സൗദി പതാകയുള്ള രാസവസ്തു എണ്ണക്കടത്ത് കപ്പലായിട്ടുള്ള NCC ഗസൽ ലക്ഷ്യമിട്ട് ഹൂത്തികൾ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. സൗദിക്ക് ഒരേ സമയം രണ്ടടിയാണ്, ഒന്ന് കരയിലും ഒന്ന് വെള്ളത്തിലും. അതായത് രണ്ട് ഭാഗത്തു നിന്നും വളഞ്ഞിട്ടടിക്കുകയാണ്. ഒരാവശ്യവും സൗദിക്കില്ലായിരുന്നു. അമേരിക്കയുടെ കൂടെ നിന്നു. അമേരിക്കയുടെ സുരക്ഷയുമില്ല, അമേരിക്ക പറഞ്ഞ വാക്കുകളുമില്ല. അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ ആദ്യം തന്നെ ഓടി ഒളിക്കുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നത് സൗദിയാണ്. എന്തായാലും തങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനാലാണ് 5000 ടൺ ശേഷിയുള്ള ഒരു കൂറ്റൻ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് എന്ന് ഹൂത്തി വക്താക്കൾ വ്യക്തമാക്കുന്നു. ഇനി മിസൈൽ ഭീഷണിയെ തുടർന്ന് കപ്പലിന് യാത്ര ഉപേക്ഷിച്ച് പിന്തിരിയേണ്ടി വന്നു. മുൻപ് സൗദി ടാങ്കറുകളായിട്ടുള്ള എൻസിലിയ, NCC മാസ് എന്നിവയ്ക്ക് നേരെയും സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു കപ്പലിന് തീപിടിക്കുകയും മറ്റൊന്നിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. പുറത്തു നിന്നുള്ള വൻ ശക്തികളുടെ നാവിക സംരക്ഷണം നിലനിൽക്കുമ്പോഴും തങ്ങളുടെ സുപ്രധാന വാണിജ്യ കപ്പലുകൾക്ക് നേരെ അതിർത്തിക്ക് അടുത്ത് വെച്ച് തന്നെ ആക്രമണം ഉണ്ടാകുന്നത് സൗദിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കപ്പലുകൾ പൂർണ്ണമായിട്ടും മുക്കിയില്ല എങ്കിൽ പോലും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കപ്പൽ ജീവനക്കാരെ ഭയപ്പെടുത്താനും അതുവഴി സൗദി തുറമുഖങ്ങളിലേക്കുള്ള വ്യാപാരം തടസ്സപ്പെടുത്താനും ഈ ഒരു തന്ത്രത്തിന് സാധിക്കുന്നു എന്നത് ഈ പറയുന്ന പോലെ തന്നെ സൗദിയും ഗൾഫ് മേഖലയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഇനി ചെങ്കടലിലൂടെയുള്ള സൗദിയുടെ പ്രധാന എണ്ണക്കടത്ത് പാതകൾ ഇനി സുരക്ഷിതമല്ല എന്ന അവസ്ഥ വരുന്നത് അന്താരാഷ്ട്ര വിപണിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഓരോ പുതിയ ആക്രമണവും പശ്ചിമേഷ്യ കൂടുതൽ ആഴത്തിലുള്ള ആഗോള യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. ചുരുക്കത്തിൽ വൻ ശക്തികളുടെ വാക്കുകൾ കേട്ട് നയതന്ത്ര നിലപാടുകൾ രൂപീകരിക്കുന്നത് പ്രാദേശിക സുരക്ഷയ്ക്ക് എപ്പോഴും ഗുണം ചെയ്യില്ല എന്ന വലിയ പാഠമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ഇനി വിമാനത്താവളങ്ങൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങളും അതുപോലെ തന്നെ സമുദ്രങ്ങളിലെ മിസൈൽ വർഷങ്ങളും ഈ പറയുന്ന പശ്ചിമേഷ്യൻ സുരക്ഷാ കോട്ടകളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നു. വരും ദിവസങ്ങളിൽ ആഗോള ശക്തികളുടെ ഇടപെടലുകൾക്കപ്പുറം പ്രാദേശികമായിട്ടുള്ള ഒരു സമാധാന ചർച്ച ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നതിൽ യാതൊരു സംശയമില്ല. വൻശക്തികളുടെ താല്പര്യങ്ങളും അമേരിക്കയുടെ താല്പര്യങ്ങളും പ്രാദേശികമായിട്ടുള്ള സായുധ പോരാട്ടങ്ങളും ഒരേ സമയം കൂട്ടുമുട്ടുന്ന പശ്ചിമേഷ്യയിൽ സമാധാന കരാറുകളെല്ലാം അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. നജ്റാൻ വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ അപ്രതീക്ഷിത വ്യോമാക്രമണം ചെങ്കടലിലെ കപ്പൽ ഉപരോധങ്ങളും തെളിയിക്കുന്നത് ഒന്നു മാത്രമാണ്: മേഖലയിൽ ഇനി മുതൽ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങളും പ്രത്യാഘാതങ്ങളില്ലാതെ കടന്നു പോകില്ല. വൻ ശക്തികളുടെ സുരക്ഷാ വാഗ്ദാനങ്ങളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള അതിർത്തി കോട്ടകളിൽ വലിയ സുരക്ഷാ ഭീഷണികൾ സൃഷ്ടിക്കുമെന്നത് ഈ ഒരു സംഭവ വികാസങ്ങൾ അടിവരയിട്ട് പറയുകയാണ്. സൗദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ കളിയിൽ സൗദി അക്ഷരാർത്ഥത്തിൽ നിലംപതിച്ചിരിക്കുകയാണ്. നാനാഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കരയിലും കടലിലും ഒരേപോലെ ഈ പറയുന്നത് പോലെ വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സൗദി കിരീടാവകാശി ഈ ട്രംപിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് യുദ്ധം നിർത്താൻ. എന്തായാലും ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വലിയ ആക്രമണം പശ്ചിമേഷ്യയും ഗൾഫ് മേഖലയും വല്ലാതെ അലട്ടുകയും ചെയ്യുന്നുണ്ട്.